മാർച്ച് 9 വീണ്ടും ലോക്സഭ ചേരുകയാണ്. ഈ സഭാ സമ്മേളനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. രാജ്യം സാക്ഷ്യം വഹിക്കാൻ പോകുന്ന നിർണായക തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള സഭാ സമ്മേളനമാണിത്. ഇതിന് പിന്നാലെ കേരളം, തമിഴ്നാട്, ബീഹാർ, അസം സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ബി.ജെ.പിക്ക് കാര്യമായി ഒന്നും ചെയ്യാനില്ലാത്ത തെരഞ്ഞെടുപ്പുകളാണ് അസം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ നടക്കുന്നത്. തമിഴ്നാട്ടിലും കേരളത്തിലും പ്രതിപക്ഷ സ്ഥാനത്തിന് പോലും ബി.ജെ.പി അർഹരാകുന്നില്ല. പശ്ചിമ ബംഗാളിൽ TMCയെ താഴെയിറക്കാൻ സാധിക്കുമെന്ന് ബി.ജെ.പി കണക്ക് കൂട്ടുന്നുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നതിന് മുൻപ് തന്നെ മറ്റൊരു അതിനിർണായക നീക്കം കൂടി കോൺഗ്രസ് നടത്തുകയാണ്. മറ്റൊന്നുമല്ല, തിരഞ്ഞെടുപ്പിന് സാക്ഷ്യം വഹിക്കുന്നതിനൊപ്പം മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ റോളിൽ ഗ്യാനേഷ് കുമാർ ഉണ്ടാകാൻ പാടില്ല എന്ന തീരുമാനം കോൺഗ്രസിൽ നിന്നുണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. ഭരണഘടനാ പദവിയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എന്നുള്ളത്. അതുകൊണ്ട് എളുപ്പത്തിൽ സ്ഥാനഭ്രഷ്ടനാക്കാൻ സാധിക്കില്ല. ഇംപീച്ച്മെന്റാണ് ഏക മാർഗം. ആ വഴി തന്നെ സഞ്ചരിക്കുവാൻ കോൺഗ്രസും ഇന്ത്യ സഖ്യവും തീരുമാനിച്ചതോടെ ഗ്യാനേഷ് കുമാറിന്റെ ഭാവി അവതാളത്തിലാവുകയാണ്. നേരത്തെ പക്ഷപാതപരമായി പെരുമാറിയതിനെ തുടർന്ന് സ്പീക്കർ ഓം ബിർളയ്ക്കെതിരെ പ്രതിപക്ഷം ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരുന്നു. സഭാ ചരിത്രത്തിൽ ആദ്യമായി ഇംപീച്ച്മെന്റ് നടപടി നേരിടുന്ന സ്പീക്കർ എന്ന നാണക്കേടിന് ഉടമയായി മാറിയിരിക്കുകയാണ് ഓം ബിർള. അതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗ്യാനേഷ് കുമാറിനെതിരെയും ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. മാർച്ച് മാസത്തിൽ പാർലമെന്റ് പുനരാരംഭിക്കുമ്പോൾ ഈ വിഷയങ്ങളിൽ ഔദ്യോഗികമായി നോട്ടീസ് നൽകാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. അതിനു മുന്നോടിയായുള്ള നടപടികൾ പ്രതിപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കം കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ നിഷ്പക്ഷതയുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കമ്മീഷണർ സ്വീകരിക്കുന്ന നിലപാടുകളിലും പ്രതിപക്ഷത്തിന് ശക്തമായ വിയോജിപ്പുണ്ട്. ഒരു ഭരണഘടനാ പദവിയിൽ ഇരിക്കുന്ന വ്യക്തിയെ നീക്കം ചെയ്യുന്നതിനായുള്ള സങ്കീർണമായ നടപടികളിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നതെന്ന് ദേശീയ മാധ്യമമായ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർക്ക് ശിക്ഷാ നടപടികളിൽ നിന്ന് സംരക്ഷണം ഉറപ്പാക്കിക്കൊണ്ട് നടപ്പാക്കിയ നിയമത്തിനെതിരെ പ്രതിപക്ഷം നേരത്തെ തന്നെ ശക്തമായ വിമർശനമുയർത്തുന്നുണ്ട്. ബി.ജെ.പിയുടെ രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും വോട്ടർ പട്ടിക ക്രമക്കേടുകൾ മറച്ചുവെക്കാനുമുള്ള നീക്കമാണ് പ്രതിപക്ഷം ഈ നിയമനിർമ്മാണത്തെ വിശേഷിപ്പിച്ചത്. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ഗ്യാനേഷ് കുമാറിനെ നേരിട്ട് തന്നെ പുറത്താക്കാനുള്ള നടപടികളെക്കുറിച്ച് ആലോചിക്കുന്നത്. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയുടെ പ്രവർത്തനങ്ങൾ പക്ഷപാതപരമാണെന്നും പ്രതിപക്ഷാംഗങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടുവെന്നും ആരോപിച്ചാണ് പ്രതിപക്ഷം നേരത്തെ അവിശ്വാസ പ്രമേയ നീക്കങ്ങൾ തുടങ്ങിയത്. സഭാ നടപടികളിൽ പ്രതിപക്ഷത്തിന് അർഹമായ സമയം അനുവദിക്കുന്നില്ലെന്നും നിർണായക വിഷയങ്ങളിൽ ചർച്ചകളിൽ നിന്ന് സ്പീക്കർ ഒഴിഞ്ഞുമാറുന്നുവെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രതിപക്ഷ നിരയിലെ പ്രമുഖ നേതാക്കൾ ഒപ്പിട്ട നോട്ടീസ് വരും ദിവസങ്ങളിൽ സ്പീക്കറുടെ ഓഫീസിന് കൈമാറാനിരിക്കെയാണ്. ഇതിനു പിന്നാലെയാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കൂടി ഉന്നമിട്ടുള്ള നീക്കങ്ങൾ നടക്കുന്നത്. ലോക്സഭയിൽ സ്പീക്കർക്കെതിരെയോ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കെതിരെയോ പ്രമേയം പാസാക്കാൻ ആവശ്യമായ ഭൂരിപക്ഷം നിലവിൽ പ്രതിപക്ഷത്തിനില്ല. എങ്കിലും ഈ നീക്കത്തിലൂടെ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ നിഷ്പക്ഷതയെയും പൊതുസമൂഹത്തിന് മുന്നിൽ ചോദ്യം ചെയ്യാനാണ് പ്രതിപക്ഷം ലക്ഷ്യമിടുന്നത്. അതേസമയം JDU, TDP പാർട്ടികളിലെ ചില MP-മാർ ഇംപീച്ച് നടപടികളെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നുണ്ട്. 28 MP-മാർ ഈ രണ്ട് പാർട്ടികളിൽ നിന്നുമായി ഭരണപക്ഷത്തിനുണ്ട്. അടുത്ത മാസം 9-ന് പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്നതോടെ ഈ വിഷയങ്ങളിൽ ഭരണ പ്രതിപക്ഷ കക്ഷികൾ തമ്മിൽ ശക്തമായ ഏറ്റുമുട്ടൽ നടക്കുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പുതിയ നീക്കങ്ങൾ വലിയ രാഷ്ട്രീയ വെല്ലുവിളികളാണ് ഉയർത്തുന്നത്. പ്രത്യേകിച്ച് TDP, JDU MP-മാർ കാലുമാറുന്ന റിപ്പോർട്ടുകൾ BJPയുടെയും മോദിയുടെയും ഉറക്കം കെടുത്തുന്ന സാഹചര്യത്തിൽ നിരീക്ഷണം ശക്തമാക്കുവാനുള്ള വഴികളാണ് BJP തേടുന്നത്.